നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ നാഷൻസ് ലീഗിന്റെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ കഴിഞ്ഞ ഇന്റർനാഷണൽ ബ്രേക്കോടുകൂടി പൂർത്തിയായിരുന്നു. വമ്പന്മാരെല്ലാവരും ക്വാർട്ടർ ഫൈനലിന് യോഗ്യത കരസ്ഥമാക്കിയിട്ടുണ്ട്. അതിന്റെ ഫിക്സ്ചർ ഇപ്പോൾ യുവേഫ തന്നെ ഒഫീഷ്യലായിക്കൊണ്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ഡെൻമാർക്കിനെയാണ് നേരിടുന്നത്. അതുപോലെ തന്നെ നെതർലാൻഡ്സും സ്പെയിനും തമ്മിൽ ഒരു മത്സരത്തിൽ ഏറ്റുമുട്ടുന്നുണ്ട്. ഫ്രാൻസും ക്രൊയേഷ്യയും തമ്മിലുള്ള ഒരു പോരാട്ടം നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു പോരാട്ടത്തിൽ കരുത്തരായ ഇറ്റലിയും ജർമ്മനിയും തമ്മിലാണ് ഏറ്റുമുട്ടുക. ഇങ്ങനെ കടുത്ത പോരാട്ടങ്ങളാണ് ഫുട്ബോൾ ആരാധകർക്ക് ക്വാർട്ടർ ഫൈനലുകളിൽ കാണാൻ സാധിക്കുക. 2 ലെഗ് മത്സരങ്ങളായിക്കൊണ്ടാണ് ഈ ഒരു ക്വാർട്ടർ ഫൈനലുകൾ നടക്കുക. മാർച്ച് 2025 20-ാം തീയതിയും 23-ാം തീയതിയും ആയിക്കൊണ്ടാണ് ഈ ഒരു മത്സരങ്ങൾ നടക്കുക. ഇനി സെമി ഫൈനൽ മത്സരങ്ങളുടെ കാര്യം കൂടി ഒന്ന് എടുത്തു പറയേണ്ടതുണ്ട്. ഇറ്റലി ജർമ്മനി മത്സരത്തിലെ വിജയികൾ ഡെൻമാർക്ക് പോർച്ചുഗൽ മത്സരത്തിലെ വിജയികളുമായാണ് സെമിയിൽ ഏറ്റുമുട്ടുക. അവിടെ ഒരു കടുത്ത പോരാട്ടം നടക്കാൻ സാധ്യതയുണ്ട്. അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിന് സെമി ഫൈനലിൽ എത്തുകയാണെങ്കിൽ ഇറ്റലിയെയോ അല്ലെങ്കിൽ ജർമ്മനിയോ ആയിരിക്കും നേരിടേണ്ടി വരിക. അതുപോലെ തന്നെ മറ്റൊരു സെമി ഫൈനൽ പോരാട്ടത്തിൽ നെതർലാൻഡ്സും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരത്തിലെ വിജയികളും ക്രൊയേഷ്യയും ഫ്രാൻസും തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരത്തിലെ വിജയികളും തമ്മിലാണ് സെമി ഫൈനൽ കളിക്കുക. എടുത്തു പറയേണ്ട കാര്യം, സെമി ഫൈനലുകൾക്ക് 2 ലെഗ് മത്സരങ്ങൾ ഇല്ല, മറിച്ച് സിംഗിൾ ലെഗ് മത്സരങ്ങളാണ്. 2025 ജൂൺ മാസം 4-ാം തീയതിയും 5-ാം തീയതിയും ആയിക്കൊണ്ടാണ് ഈ ഒരു മത്സരങ്ങൾ സെമി ഫൈനൽ മത്സരങ്ങൾ നടക്കുക. അതുപോലെ തന്നെ ജൂൺ 8-ാം തീയതി ഞായറാഴ്ചയാണ് ഈ ഒരു ഫൈനൽ മത്സരം നടക്കുക. അതുപോലെ തന്നെ 3-ാം സ്ഥാനക്കാർക്ക് വേണ്ടിയുള്ള മത്സരവും അവിടെ നടക്കുന്നുണ്ട്. ഏതായാലും കിടിലൻ പോരാട്ടങ്ങളാണ് ഇനി മുതൽ യുവേഫ നാഷൻസ് ലീഗിൽ ആരാധകരെ കാത്തിരിക്കുന്നത്. വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുമെത്താം.